നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനം പാകിസ്ഥാന് നാശത്തിലേക്കുള്ള വഴിയാണ്. എത്രയും പെട്ടെന്ന് തന്നെ മികച്ച രീതിയിലുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ പാകിസ്ഥാൻ അടിയിരന്നു മേടിക്കുമെന്നാണ് മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ മുന്നറിയിപ്പ്. ഇന്ത്യക്കെതിരെ കടുത്ത നീക്കങ്ങൾക്ക് മുതിരരുത് എന്നാണ് ഷഹബാസ് ഷെരീഫിനോട് സഹോദരൻ കൂടിയായ നവാസ് ഷെരീഫ് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. പ്രശ്നം പരിഹരിക്കാൻ സാധ്യമായ എല്ലാ നയതന്ത്ര മാർഗങ്ങളും പ്രയോഗിക്കണമെന്നും ഷഹബാസ് ഷെരീഫിന്റെ ഓഫീസിലെത്തി നവാസ് ഷെരീഫ് വ്യക്തമാക്കി. ഞായറാഴ്ച വൈകിട്ട് ലാഹോറിൽ വെച്ചായിരുന്നു ഷഹബാസുമായി നവാസ് ഷെരീഫ് കൂടിക്കാഴ്ച നടത്തിയത്. ദേശീയ സുരക്ഷാ സമിതി യോഗത്തിന് ശേഷം ഇന്ത്യയുടെ നീക്കങ്ങൾക്ക് ബദലായി സ്വീകരിച്ച നടപടികൾ നവാസ് ഷെരീഫിനോട് ഷഹബാസ് വിശദീകരിച്ചിരുന്നു. സിന്ധു നദീജല കരാർ റദ്ദാക്കാൻ ഇന്ത്യ ഏകപക്ഷീയമായി എടുത്ത തീരുമാനം മേഖലയിൽ യുദ്ധഭീഷണിയുണ്ടാക്കുന്നതാണെന്ന് ഷഹബാസ് നവാസ് ഷെരീഫിനോട് പറഞ്ഞതായി പാക് വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ IANS റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യക്കെതിരെ കടുത്ത നീക്കങ്ങൾ അരുത് എന്നാണ് നവാസ് ഷെരീഫ് ഷഹബാസിനെ ഉപദേശിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. നയതന്ത്ര മാർഗത്തിലൂടെ ഇന്ത്യയുമായുള്ള നല്ല ബന്ധം പുനഃസ്ഥാപിക്കണമെന്നും നവാസ് ആവർത്തിച്ചു പറഞ്ഞു. ഇതിനു മുൻപ് ഇന്ത്യക്ക് നേരെ എപ്പോഴൊക്കെ നടപടികളുമായി പാകിസ്ഥാൻ മുതിർന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ തിരിച്ചടികളായിരുന്നു പാക് ഭരണകൂടത്തിന് കിട്ടിയത്. ഇതുമാത്രമല്ല, പാകിസ്ഥാൻ ഒരു യുദ്ധപ്രഖ്യാപനം നടത്തുമ്പോൾ ഇന്ത്യക്ക് നേരെ വെറി പിടിച്ച് രംഗത്ത് വരുമ്പോൾ പാക് ജനത തന്നെ പാകിസ്ഥാനെതിരെ തിരിയും. ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന ഒരുപാട് പേർ പാകിസ്ഥാനകത്തുണ്ട്. ഒരു ആഭ്യന്തര കലഹം പോലും ഉണ്ടാകുന്നതിനുള്ള വഴിയാണ് ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ വാളെടുക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്നാണ് നവാസ് ഷെരീഫ് പോലും വ്യക്തമാക്കുന്നത്. ഇന്ത്യക്ക് നേരെ അത്ര പെട്ടെന്നൊന്നും പിടിച്ചു നിൽക്കാനോ ഒരു യുദ്ധത്തിന് പുറപ്പെട്ടാൽ വിജയം കണ്ട് തിരികെ വരാനോ പാകിസ്ഥാന് കഴിയില്ല. മുൻ പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫിന് അത് കൃത്യമായി തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സഹോദരനോട് ഉപദേശിച്ചിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ പാകിസ്ഥാനുമായി നയതന്ത്ര ബന്ധം സുഗമമാക്കാനുള്ള നീക്കങ്ങൾ ആരംഭിക്കണമെന്ന്. പാക് മന്ത്രിമാരോട് സംയമനം പാലിക്കണമെന്നും ഇന്ത്യക്ക് നേരെ ആണവ ആയുധം പ്രയോഗിക്കുമെന്നുള്ള പാക് മന്ത്രിമാരുടെ പ്രസ്താവനകൾ അത് ബാലിശമാണെന്നും അത് കൂടുതൽ അപകടങ്ങൾ വരുത്തിവെക്കുന്നതാണെന്നും ഇപ്പോൾ നവാസ് ഷെരീഫ് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. ഇന്ത്യക്കെതിരെ യുദ്ധത്തിന് പുറപ്പെടരുത് എന്ന് ഇപ്പോൾ കട്ടായം പറഞ്ഞിരിക്കുകയാണ് നവാസ് ഷെരീഫ്. പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? പൂർണ്ണമായും തകർന്നടിഞ്ഞ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. സാമ്പത്തികപരമായും സായുധപരമായും പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയോട് മുട്ടാൻ പറ്റിയ നിലയിലല്ല എന്നുള്ളത് പരസ്യമായ രഹസ്യമാണല്ലോ. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനുമായുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളുടെയും സൈനിക ശക്തി തമ്മിലുള്ള ഒരു തുലനം കൂടി നോക്കണം. സ്വാഭാവികമായും വിദഗ്ധർ വിലയിരുത്തുന്നത് അങ്ങനെ നോക്കുമ്പോൾ അത് പാകിസ്ഥാന്റെ ഇതിനോടകം തകർന്ന പ്രതിച്ഛായയ്ക്ക് കൂടുതൽ മങ്ങലേൽപ്പിക്കുന്നതാണ്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കുകൾ പുറത്തുവരുമ്പോൾ 2024 ഇന്ത്യയുടെ പ്രതിരോധ ചെലവ് പാകിസ്ഥാനേക്കാൾ 9 മടങ്ങ് അധികമായിരുന്നുവെന്നാണ് വ്യക്തമാക്കുന്നത്. കേവലം ഇന്നോ ഇന്നലെയോ എന്ന നിലയ്ക്കല്ല. ശത്രുക്കളുടെ ശക്തി മുന്നിൽ കണ്ട് തന്നെയാണ് ഇന്ത്യ കാലാകാലങ്ങളായി സൈനിക നയതന്ത്രങ്ങൾ പരിഷ്കരിച്ചു വന്നിട്ടുള്ളത്. 2025 ഏപ്രിൽ 28 പുറത്തുവന്ന ഈ പഠനം അത് കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യയുടെ സൈനിക ചെലവ് മുൻ വർഷത്തേക്കാൾ 1.6% വർദ്ധിച്ചു. 86.1 ബില്യൺ അമേരിക്കൻ ഡോളറിലെത്തി. ഇതോടെ ലോകത്തിലെ 5ാമത്തെ വലിയ പ്രതിരോധ ചെലവാക്കുന്ന രാജ്യം എന്ന സ്ഥാനം ഇന്ത്യ ഉറപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പാകിസ്ഥാന്റെ പ്രതിരോധ ബജറ്റാകട്ടെ ഇന്ത്യയേക്കാൾ ഏറെ താഴെയാണ്. ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള സൈനിക ശേഷിയിലെ അന്തരം എത്രത്തോളം ഉണ്ടെന്നത് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയുമായുള്ള സംഘർഷം തുടങ്ങുന്ന സാഹചര്യത്തിൽ തന്നെ തളർന്നിരിക്കുന്ന പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വീണ്ടും തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യ ഒന്ന് നെഞ്ചു വിരിച്ചപ്പോൾ തന്നെ, അതായത് അട്ടാരിയിലെ അതിർത്തി അടച്ചതൊക്കെ സാമ്പത്തികമായി പാകിസ്ഥാന് കിട്ടിയ വലിയ തിരിച്ചടിയാണ്. പാകിസ്ഥാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇടിഞ്ഞു. കാർഷിക സ്ഥിരതയ്ക്ക് ഭീഷണിയായി. അന്താരാഷ്ട്ര സാമ്പത്തിക സഹായം അനിശ്ചിതത്വത്തിലേക്ക് എത്തി. ഇതൊക്കെ ഇന്ത്യയോട് മല്ലിടാനിറങ്ങിയാൽ ഇനിയും വെള്ളത്തിലാകുമെന്ന കാര്യവും ഉറപ്പാണ്. ദാരിദ്ര്യം കാലെടുത്ത് കുത്തിയ പാകിസ്ഥാനിൽ സർക്കാരിനെതിരെ ഒരു വശത്ത് ജനങ്ങൾ തന്നെ തിരിയുകയും മറുവശത്ത് ബലൂചിസ്ഥാനുമായുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുകയുമാണ്. ഇതിനിടയിലാണ് ശക്തരായ ഇന്ത്യയുമായുള്ള പോർവിളി പാകിസ്ഥാൻ മുഴക്കിയിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും പൊട്ടാവുന്ന ഒരു ബലൂണായിരിക്കുന്ന
പാകിസ്ഥാന്റെ പ്രതാപം തന്നെ മങ്ങിയിരിക്കുന്ന സമയത്താണ് ഇന്ത്യയുമായുള്ള പിരിമുറുക്കങ്ങൾ തുടങ്ങുന്നത്. ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്നറിയിക്കാനുള്ള ഒരു അവസരമായാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യക്ക് നേരെയുള്ള പോർവിളികളെ കാണുന്നത്. അതേസമയം സാമ്പത്തിക ഭദ്രത അശേഷം ഇല്ലാത്ത പാകിസ്ഥാന്റെ കടവും കുമിഞ്ഞുകൂടുകയാണ്. വിദേശ നാണ്യ ശേഖരം ഏറ്റവും താഴ്ന്ന നിലയിലാണ്. ഇന്ത്യക്ക് പിന്തുണയുമായി റഷ്യ, അമേരിക്ക തുടങ്ങിയ വൻ സാമ്പത്തിക ശക്തികൾ തന്നെ എത്തിയിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാന് സഹായഹസ്തവുമായി എത്താൻ നിലവിലാണെങ്കിൽ ചൈന മാത്രമേ ഉള്ളുതാനും. അടുത്ത കാലം വരെ സഹായിച്ച സൗദി അറേബ്യ പോലും ഇപ്പോൾ കാര്യമായി പാകിസ്ഥാനെ തിരിഞ്ഞു നോക്കുന്നില്ല. നേരത്തെ ജോ ബൈഡൻ ആയിരുന്നപ്പോൾ പാകിസ്ഥാനോട് അമേരിക്ക ഒരു സഹതാപമൊക്കെ കാണിച്ചിരുന്നെങ്കിലും ട്രംപ് വന്നപ്പോൾ അതും പോയി. പണ്ടേ ട്രംപിന് പാകിസ്ഥാനോട് വലിയ താല്പര്യമൊന്നുമില്ല. 50 വർഷം മുൻപ് ദക്ഷിണേഷ്യയിലെ തന്നെ ഏറ്റവും സമ്പന്നമായ രാജ്യമായിരുന്നു പാകിസ്ഥാൻ. മോശം ഭരണം, സൈനിക സ്വേച്ഛാധിപത്യം, ഭീകരതയ്ക്ക് നൽകുന്ന അമിതമായ പ്രോത്സാഹനം എന്നിവയാണ് പാകിസ്ഥാനെ ദാരിദ്ര്യത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിട്ടത്. കോവിഡിന് ശേഷമുള്ള വർഷങ്ങളിൽ പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ തകർന്നടിഞ്ഞിരുന്നു. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ ജയിലിലടച്ചതും ബലൂചിസ്ഥാനിലെ കലാപവും രാഷ്ട്രീയ അസ്ഥിരതയും പാകിസ്ഥാന് മേൽ വലിയ ഇടുത്തിയായിരുന്നു വീണത്. $350 ബില്യൺ പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥ 2023 കാലത്ത് നേരിടുന്നത് കനത്ത തിരിച്ചടികളായിരുന്നു. 2023 മെയ്യിൽ 38.50% പാകിസ്ഥാനിൽ പണപ്പെരുപ്പം ഉയർന്നത്. വിദേശ നാണ്യ ശേഖരം തന്നെ നന്നേ കുറഞ്ഞു. പലിശ നിരക്ക് 22% കുതിച്ചു. $3.7 ബില്യൺ കരുതൽ ശേഖരം മാത്രമേ അക്കാലത്ത് പാകിസ്ഥാന്റെ പക്കൽ ഉണ്ടായിരുന്നുള്ളൂ. അയൽക്കാരെയൊക്കെ നന്നായി വെറുപ്പിച്ചുകൊണ്ടായിരുന്നു പാകിസ്ഥാന്റെ പോക്ക്. ഇന്ത്യ മാത്രമല്ല, ഇക്കൂട്ടത്തിൽ ഇറാനും അഫ്ഗാനിസ്ഥാനും ഉണ്ടായിരുന്നു. ഇവരെ പ്രകോപിപ്പിച്ചാൽ അതിന്റെ ഇരട്ടി ശക്തിയിൽ തന്നെ തിരിച്ചടികൾ പാകിസ്ഥാൻ എപ്പോഴും കിട്ടാറുണ്ട്. അയൽക്കാരിൽ ചൈനയുമായി മാത്രമേ പാകിസ്ഥാന് നല്ല ബന്ധമുള്ളൂ. രാജ്യത്തിന്റെ പ്രധാന സ്ഥലങ്ങളെല്ലാം ചൈനയുടെ കീഴിലാണെന്നത് പറയുകയും ചെയ്യാം. അതായത് എല്ലാം ചൈന കൈക്കലാക്കുന്നു. തീവ്രവാദത്തിന് ധനസഹായം നൽകുന്നതിനാൽ 5 വർഷത്തോളം ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിലും പാകിസ്ഥാൻ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇതെവിടെ നിന്നും കടം കിട്ടാത്ത അവസ്ഥയിലേക്ക് പാകിസ്ഥാനെ കൊണ്ടെത്തിച്ചു. അങ്ങനെ തകർന്നടിഞ്ഞു കൂപ്പുകുത്തി കിടക്കുന്ന പാകിസ്ഥാനാണ് ഇന്ത്യക്ക് നേരെ കൊലവിളി നടത്തുന്നത്. അതുകൊണ്ടാണ് സഹോദരൻ ഷഹബാസ് ഷെരീഫിനോട് നവാസ് ഷെരീഫ് പറഞ്ഞിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഇന്ത്യയെ മയപ്പെടുത്താനുള്ള നീക്കങ്ങൾ തുടങ്ങാൻ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.